തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊള്ളുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. തുടർച്ചയായി മൂന്നാമതും BJP ഭരിക്കുന്ന നഗരസഭ. ലൈംഗിക പീഡന പരാതിയിൽ നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതും അറസ്റ്റിലായതും ഉൾപ്പെടെ നിരവധി വിവാദങ്ങളാണ് അടുത്തിടെ ഉയർന്നത്. പാലക്കാട് നഗരസഭ കണ്ണാടി, പിരായിരി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയോജക മണ്ഡലം. ഹോട്ടൽ വ്യവസായിയായ NMR റസാഖിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. UDF-നായി നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയും രംഗത്തുണ്ട്. 2016 മുതലാണ് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം മാറി തുടങ്ങിയത്. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയും 40,076 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മുൻ MP NN കൃഷ്ണദാസിനെയാണ് ശോഭ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത്. 2021 BJPക്ക് വിജയം ജസ്റ്റ് മിസ്സായിരുന്നു. മെട്രോമാൻ E ശ്രീധരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിലും CP പ്രമോദുമായിരുന്നു എതിരാളികൾ. വെറും 38,059 വോട്ടുകൾക്കാണ് മെട്രോമാൻ E ശ്രീധരന് വിജയം നഷ്ടമായത്. 50,220 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അന്ന് ജയിച്ച ഷാഫി പറമ്പിൽ 2024 വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇക്കാര്യത്തിൽ DCCക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു. രാഹുൽ ജയിച്ചു. പക്ഷേ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ അദ്ദേഹം ഒളിവിൽ പോയി. മാസങ്ങളോളം MLA ഇല്ലാത്ത മണ്ഡലമായി പാലക്കാട് പിന്മാറി. ഒരു തരത്തിലുള്ള വികസന പദ്ധതികളും നടന്നില്ല. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ചില ഉദ്ഘാടനങ്ങൾ നടന്നു. രാഹുൽ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതെ ഗോഡ്ഫാദറായ ഷാഫി കൈയൊഴിഞ്ഞു. ഇതിനിടെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞെങ്കിലും രാജി ആവശ്യപ്പെടാൻ നേതൃത്വം തയ്യാറായില്ല. രാഹുലിനെതിരെ മഹിളാ മോർച്ച, യുവമോർച്ച, BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളാണ് പിന്നീട് പാലക്കാട് നടന്നത്. ഇതിനിടെ മൂന്നാമതും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനും പാലക്കാട് സാക്ഷിയായി. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയിരിക്കെ നടത്തിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. എന്നാൽ പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നത് മുതൽ കോടികളുടെ വികസന പദ്ധതികളാണ് അവിടെ നടപ്പാക്കിയത്. അമൃത് പദ്ധതിയിൽ 300 കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. നഗരം മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിലുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരസഭയാണ് പാലക്കാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 നഗരാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ നഗരത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും GPS മാപ്പിംഗിൽ ഉൾപ്പെടുത്തി. പച്ചക്കറി മാർക്കറ്റ് ആധുനിക നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക വികസന പദ്ധതിയായ SAS-ൽ ഉൾപ്പെടുത്തി 140 കോടി രൂപയുടെ ബൃഹത് പദ്ധതിക്ക് അംഗീകാരം. 3.72 കോടി രൂപ ചെലവിൽ സ്വന്തമായ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ്. നാപ്കിൻ, ഡയപ്പർ സംസ്കരണത്തിന് ഇൻസിനേറ്റർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ നഗരസഭ തുടങ്ങി എടുത്തു പറയേണ്ട നിരവധി പദ്ധതികളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയത്. ഇതെല്ലാം BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണുള്ളത്. 29-ാം തീയതി പ്രധാനമന്ത്രി മോദി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുക്കും. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും എത്തിയിരുന്നു. കേരളത്തിലെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും ശോഭയ്ക്ക് കരുത്താവും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ BJP ജയിക്കുമായിരുന്നുവെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരോട് നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ അവർക്ക് കഴിയുമായിരുന്നുവെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം ശോഭയ്ക്ക് പകരം മറ്റൊരു വിജയ സമവാക്യം പാലക്കാട് BJPക്കില്ല.